ഓം ശ്രീനാരായണ പരമഗുരവേ നമ. കോട്ടയം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രം വിദൂര പഠനത്തിന്റെ ഭാഗമായി നടന്നുവരുന്ന ജഗത് വാണി ഗുരുവാര പാഠശാലയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുധ്യാനത്തോടുകൂടി ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. ഗുരുധ്യാനം ചൊല്ലുന്നതിനായി ശ്രീമതി ഉഷാകുമാരി. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അരുളുന്നു. മഹാഗുരുവിന്റെ പ്രബോധനാത്മക കൃതിയായ സദാചാരം എന്ന കൃതിയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠനം തുടങ്ങി വെച്ചത്. അതിന്റെ ബാക്കിയുള്ള ശ്ലോകങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഈ ക്ലാസ് നയിക്കുന്നത് ശ്രീമതി ബിന്ദു സന്തോഷ് കല്ലറ, കോട്ടയം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിലെ സീനിയർ അധ്യാപികയും അഡ്മിനുമാണ്. ശ്രീ ബിന്ദു ടീച്ചറിനെ ഏറ്റവും വിനയത്തോടുകൂടി ഈ ക്ലാസ് എടുക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു കാര്യം കൂടി എല്ലാവരും പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ക്ലാസ് നടക്കുന്ന സമയത്ത് വീഡിയോയും മൈക്കും എല്ലാവരും ഓഫ് ചെയ്ത് വെക്കണം. നമസ്തേ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രം ഡയറക്ടർ ശ്രീ പ്രസാദ് കുമാർ സർ, അഡ്മിൻസ്, ഗുരുവാര പാഠശാലയിലെ നയിച്ചുകൊണ്ട് പോകുന്ന ശ്രീമതി സ്മിത പ്രശാന്ത്, സുധീഷ് സാറ്, പ്രദീപ് ലാൽ സാറ്, ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നമസ്തേ. സദാചാരം എന്ന കൃതിയുടെ ആദ്യത്തെ 4 ശ്ലോകങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. അതില് 4ാമത്തെ ശ്ലോകത്തിന്റെ നോട്ടുകൾ നമ്മൾ എഴുതിയിരുന്നില്ല. അതിന്റെ നോട്ട് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ബാക്കി ശ്ലോകങ്ങളിലൂടെ കടന്നു പോകാം. ആ 4ാമത്തെ ശ്ലോകം: പേരും പ്രതിഭയും നല്ലോരാരുമേ കൈവിടില്ലത്, നേരറ്റ കൃപണർക്കൊട്ടും ചേരാ നേരേ വിപര്യം എന്ന ആ ശ്ലോകത്തിന്റെ നോട്ട് എഴുതിക്കൊള്ളുക. ജീവിതത്തിൽ പേരും പെരുമയും പ്രഭുത്വവും ഒക്കെ ഉണ്ടാകാനിടയായാൽ അത് വേണ്ടെന്ന് വെക്കുന്ന ആരുമില്ല. എന്നാലും
സത്യത്തിന്റെ ഉള്ളറ കണ്ടെത്തി അതിനനുസരിച്ച് ജീവിക്കാൻ പേരും പെരുമയും ഉണ്ടെങ്കിലും കൃപണനായി പോയാൽ സാധിക്കുകയില്ല. നേരെ വിപരീതമായി ജീവിക്കാനേ അവരെ കൊണ്ടാവൂ. അടുത്ത പാരഗ്രാഫായിട്ട് എഴുതുക. പൂർവികരുടെയോ നമ്മുടെ തന്നെയോ സത്പ്രവൃത്തി കൊണ്ട് ഉണ്ടായിട്ടുള്ള യശസ് നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം. അതുപോലെ നമുക്ക് ജന്മനാ ലഭിച്ചിട്ടുള്ള കലാഭിരുചി വേണ്ട രീതിയിൽ പരിപോഷിപ്പിക്കാതെ മുരടിച്ചു പോകുവാൻ അനുവദിക്കരുത്. നല്ലവരുടെ സ്വഭാവമാണിത്. ഇതിനു നേരെ വിപരീതമായി വർത്തിക്കുക എന്നത് കൃപണർക്കു മാത്രം ചേർന്നതാണ്. എഴുതാൻ പറ്റിയോ? പറ്റി. ഓക്കെ മാം.
ഇനി ആരാണ് കൃപണർ എന്നും കൂടെ എഴുതിക്കോ. കൃപണൻ ആരാണ്? സത്യത്തെയോ ധർമ്മത്തെയോ മാനിക്കാതെ തൻ കാര്യം മാത്രം കണക്കിലെടുത്തുകൊണ്ട് പ്രവൃത്തികൾ ചെയ്യുകയും അതിന്റെ ഫലമായി ജീവിതത്തെ ഒരു വലിയ പരാജയമാക്കി തീർക്കുകയും ചെയ്യുന്നവൻ ആരോ അവനാണ് കൃപണൻ. ഇനി അടുത്ത ശ്ലോകം, 5ാമത്തെ ശ്ലോകം. ഒന്നുണ്ട് നേരല്ലിതൊന്നും മർത്യർക്കു സത്യവും ധർമ്മവും വേണം, ആയുസ്സു നിൽക്കുകില്ലാർക്കും ഓർക്കുക. ഒന്നുണ്ട് നേരല്ലിതൊന്നും മർത്യർക്കു സത്യവും ധർമ്മവും വേണം, ആയുസ്സു നിൽക്കുകില്ലാർക്കും ഓർക്കുക. നേര് ഒന്നേ ഉള്ളൂ, അതായത് സത്യം ഒന്നേ ഉള്ളൂ. ഈ ഇതൊന്നും സത്യമല്ല. മർത്യർക്ക് സത്യവും ധർമ്മവും വേണം. നമ്മൾ 2ാമത്തെ ശ്ലോകത്തിലൂടെ സത്യവും ധർമ്മവും ഒക്കെ വിശദമായി പറഞ്ഞതാണ്. മർത്യർക്ക് സത്യവും ധർമ്മവും വേണം, എന്നാൽ ആയുസ് ആർക്കും അവസാനിക്കാതിരിക്കുകയില്ല എന്ന കാര്യം നാം ഓർമ്മിക്കണം. അതാണ് 5ാമത്തെ ശ്ലോകത്തിലൂടെ പ്രതിപാദിക്കുന്നത്. ഉള്ളത് ഒരൊറ്റ സത്യം മാത്രമാണ്. നാം ഈ കാണുന്നതൊന്നും സത്യമല്ല. മനുഷ്യർക്ക് ജീവിതത്തില് സത്യവും ധർമ്മവും വേണം. ആയുസ് ആർക്കും അവസാനിക്കാതിരിക്കുകയില്ല എന്ന കാര്യം ഓർത്തുകൊള്ളുക. അതാണ് 5ാമത്തെ ശ്ലോകത്തില്. സത്യം ഒന്നേ ഉള്ളൂ. ഈ പലതായി കാണപ്പെടുന്ന ഇതൊന്നും സത്യമല്ല. ഈ കാണുന്ന ലോകവും സത്യമല്ല.
ഈ പ്രപഞ്ചവും സത്യമല്ല. പിന്നെ ഒന്നു മാത്രമേ ഉള്ളൂ സത്യം. ഏതാണ്? ബ്രഹ്മം. ബ്രഹ്മസത്യം ജഗത് മിഥ്യ. ബ്രഹ്മം സത്യമാണ്, ജഗത്ത് മിഥ്യയാണ്. ഒരേ ഒരു സത്യം പലതരത്തിൽ രൂപം പകർന്നിട്ടുള്ളതാണ്. പരമമായ സത്യത്തിന്റെ ഒരംശമാണ് താനെന്നും അതിന്റെ വ്യവസ്ഥയ്ക്ക് ചേരുന്ന തരത്തില് മാത്രമേ ജീവിക്കാനാവൂ എന്നുമുള്ള വിവേകം വേണം. ഈ സത്യവും അതിന്റെ ധർമ്മവുമാണ് ശാശ്വതമായി നിലനിൽക്കുന്നത്. മനുഷ്യരായ നമ്മളൊക്കെ ആ സത്യത്തിൽ അതിന്റെ ധർമ്മത്തിനൊത്ത് ഉണ്ടായി മറയുന്ന നീർപ്പോളകൾ മാത്രമാണ്. ഈ പ്രപഞ്ചം തന്നെ ഇല്ലാത്തതാണ് സത്യം. ഒന്നു മാത്രമേ ഉള്ളൂ. ഈ പ്രപഞ്ചം ഇല്ല, അത് മിഥ്യയാണ്. ഇത് ഗുരു ദർശനമാലയില് ഒന്നാമത്തെ ദർശനത്തില് 10 ദർശനങ്ങളുണ്ട്. അതില് ഒന്നാമത്തെ ദർശനത്തില് അധ്യാരോപ ദർശനത്തില് ഗുരു ദർശിച്ചു തരുന്നുണ്ട്. എന്താണ്? ആസീദഗ്രേ അസദേ വേദം ഭുവനം സ്വപ്നവത് പുനഃ സസർജ സർവം സങ്കൽപ്പമാത്രേണ പരമേശ്വരഃ. ആസീദഗ്രേ അസദേ വേദം ഭുവനം സ്വപ്നവത് പുനഃ സസർജ സർവം സങ്കൽപ്പമാത്രേണ പരമേശ്വരഃ. ഈ പ്രപഞ്ചം ഇല്ലാത്തതാണ്. എന്നാൽ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? എങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായത്? പരമേശ്വരൻ തന്റെ സങ്കല്പത്താൽ സർജനം ചെയ്തതാണ് ഈ പ്രപഞ്ചം. ഇവിടെ പരമേശ്വരൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പരമേശ്വരനല്ല, ബ്രഹ്മത്തെയാണ് സൂചിപ്പിക്കുന്നത്. പരമേശ്വരൻ തന്റെ സങ്കല്പത്താൽ സൃഷ്ടിച്ചതാണ് ഈ പ്രപഞ്ചം. അതുപോലെ തന്നെ അദ്വൈത ദീപിക എന്ന കൃതിയില് അദ്വൈത ദീപികയിലൂടെ ഗുരു ദർശിക്കുന്നു, പേരായിരം പ്രതിഭയായിരമാം പ്രപഞ്ചം ഓരായിൽ നേരിതുകിനാവുണരും വരേക്കും നേരാം ഉണർന്നളവുണർന്നവനാം അശേഷം. എണ്ണിയാൽ ഒടുങ്ങാത്ത പേരുകൾ, അതായത് എണ്ണിയാൽ ഒടുങ്ങാത്ത നാമങ്ങള്, എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രതിഭകള്, എണ്ണിയാൽ ഒടുങ്ങാത്ത വിഷയങ്ങൾ, ഇത് മൂന്നും ചേർന്നതാണ് ഈ പ്രപഞ്ചമെന്നാണ് അദ്വൈത ദീപികയിലൂടെ ഗുരു നമുക്ക് ദർശിച്ചു തരുന്നത്. നാം ഒക്കെ നീർപ്പോളകൾ മാത്രമാണെന്നാണ് പറഞ്ഞത്. തിരമാലകൾ പോലെ, കടലില് ഉണ്ടാവുന്ന തിരമാലകൾ പോലെ നാം ഓരോരുത്തരും ആ ജലത്തിൽ ഉണ്ടാകുന്ന കുമിളകൾ പോലെയാണ്. ആത്മോപദേശ ശതകത്തിലെ 56-ാമത്തെ ശ്ലോകത്തിലൂടെ ഗുരു അത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. കടലിലെഴും തിര പോലെ കായമോരോന്ന് ഉടനുടനേറി ഉയർന്നമർന്നിടുന്നു മുടിവിതിനെങ്ങിതു ഹന്ത മൂലസംവിത് കടലിലജസ്രവുമുള്ള കർമ്മമത്രേ. കടലിലെഴും തിര പോലെ കായമോരോന്ന് ഉടനുടനേറി ഉയർന്നമർന്നിടുന്നു മുടിവിതിനെങ്ങിതു ഹന്ത മൂലസംവിത്
കടലിൽ അജസ്രവമുള്ള കർമ്മമത്രേ. കടലില് തിര ഉയരുന്നത് പോലെ ഓരോ ശരീരവും പെട്ടെന്ന് പെട്ടെന്ന് പൊന്തി വന്നു മറയുന്നു. ഇതിന് ഒരവസാനമില്ല. കടലില് തിര ഉയരുന്നു, അതിന്റെ ആധാരമായ ആ വെള്ളത്തിൽ അമരുന്നു, വെള്ളത്തിൽ തന്നെ ഒടുങ്ങുന്നു. അതുപോലെ ഈ ജഗത്തിന്റെ അധിഷ്ഠാനമായ അറിവിന്റെ സമുദ്രത്തില് അനേകം ശരീരങ്ങൾ ഉയർന്നുയർന്ന് അതിൽ തന്നെ ലയിക്കുന്നു. ഇത് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കർമ്മമാണ്. കടലിൽ തിരകൾ ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്യുന്നത് പോലെ ബ്രഹ്മത്തില് ഈ ഭൗതിക ശരീരങ്ങൾ ഓരോന്നും ഉണ്ടാവുകയും അത് ഇല്ലാതാവുകയും ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ബ്രഹ്മം ഉണ്ടാകുന്ന കാലം വരെ അതിങ്ങനെ ആ പ്രവൃത്തി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതുപോലെ ദർശനമാലയിലെ 3ാമത്തെ ദർശനമായ അസത്യ ദർശനം എന്ന ദർശനത്തിലെ 10ാമത്തെ ശ്ലോകത്തിലൂടെ ഗുരു ആ സത്യത്തെ, അസത്യ ദർശനത്തിലൂടെ സത്യത്തെ ദർശിക്കുന്നു. ഏകം സത്യം ന ദ്വിതീയം സത്യം ഭാതി സത്യവത് ശിലൈവ ശിവലിംഗം ന ദ്വിതീയം ശില്പിനാകൃതം. ഏകം സത്യം ന ദ്വിതീയം ഹി അസത്യം ഭാതി സത്യവത് ശിലൈവ ശിവലിംഗം ന ദ്വിതീയം ശില്പിനാകൃതം. സത്യം ഒന്നേ ഉള്ളൂ, രണ്ടില്ല. സത്യം ഒന്നേ ഉള്ളൂ, രണ്ടാമതൊന്നുമില്ല. ഈ പലത് തോന്നുന്നത് അസത്യമാണ്. ആ അസത്യം തന്നെയാണ് സത്യം എന്ന പോലെ പ്രകാശിക്കുന്നത്, അതായത് ഭാസിക്കുന്നത്. ഇവിടെ ശിവപ്രതിമ ശിലൈവ ശിവലിംഗം ന ദ്വിതീയം ശില്പിനാകൃതം. ഇവിടെ ഉണ്ടാകുന്ന ആ ശിവപ്രതിമ കല്ല് തന്നെയാണ്. ശില്പി ഉണ്ടാക്കിയ മറ്റൊരു വസ്തുവല്ല, കല്ല് തന്നെയാണ് ശിവലിംഗമാക്കി ശില്പി എടുത്തത്. നമ്മള് മറ്റുദാഹരണങ്ങളൊക്കെ നമുക്കറിയാം. കുടം, മണ്ണിൽ നിന്നാണ് കുടവും ചട്ടിയും കലവും ഒക്കെ പല രൂപങ്ങളിലാക്കി മാറ്റുന്നത്. അതുപോലെ തന്നെ സ്വർണം, ആ സ്വർണത്തിൽ നിന്ന് പല രൂപങ്ങളിലുള്ള ആഭരണങ്ങളാക്കി മാറ്റുന്നു. വളയും മാലയും കമ്മലും അങ്ങനെ പല രൂപത്തിലാക്കി മാറ്റുന്നു. അത് ആ സത്യം എന്ന് പറയുന്ന ആ ഒന്ന് മാത്രമേ ഉള്ളൂ. അത് പലതായി കാണുന്നുവെങ്കിൽ അത് പലത് ഭാസിച്ചിരിക്കുന്നതാണ്. വേദാന്തത്തില് ഗുരു പല ഉപമകള് പറയാറുണ്ട്. കയറിൽ തോന്നുന്ന പാമ്പ്, അതായത് കയറിൽ പാമ്പിനെ ആരോപിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മരുഭൂമിയിൽ കാണുന്ന ജലം, കാനൽ ജലം, മരുഭൂമിയിലെ കാനൽ ജലം സ്വപ്നാവസ്ഥയിലെ അനുഭൂതി. യഥാർത്ഥത്തില് കയറില് പാമ്പ് ഇല്ല, പക്ഷെ ആ പ്രതീതി ഉണ്ടാക്കുന്നു, കയറിൽ നമുക്ക് തോന്നുന്നു. മരുഭൂമിയിൽ ജലമില്ല, എന്നാൽ അത് നമുക്ക് ആ പ്രതീതി ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെയാണ് സ്വപ്നാവസ്ഥയിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അത് വാസ്തവമാണെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോഴാണ് നാം അത് തിരിച്ചറിയുന്നത്. ഉണ്മയില്ലാത്തതാണ് ഇതൊക്കെ. ബ്രഹ്മസത്യം ജഗത് മിഥ്യ. ബ്രഹ്മമാണ് സത്യമായിട്ടുള്ളത്, ജഗത്ത് എന്ന് പറയുന്നത് മിഥ്യയാണ്. മർത്യരാകുന്ന നാമൊക്കെ ഷഡ്വികാരങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്. ഉണ്ടാവുക, അത്
വളരുക, നിലനിൽക്കുക, പിന്നീട് അതിന് പരിണാമം ഉണ്ടാകുക, അപക്ഷയം ഉണ്ടാകുക, വിനാശം സംഭവിക്കുക. വിനാശം എന്നുള്ളത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നാശം സംഭവിക്കുന്നു. നമ്മുടെ ശരീരത്തിനാണ് മരണമുള്ളത്. ഇത് ആത്മാവിന് മരണം ഇല്ല. ആത്മനാശം ഇല്ലാത്തതാണ്. ശരീരമാണ് മരണം ഉണ്ടാവുന്നത്. ആത്മജ്ഞാനമില്ലാത്തവരായ ജനങ്ങൾക്ക് സദ്ഗതി വരുവാനുള്ള ഉപായമാണ് സത്യം പറയുകയും ധർമ്മത്തിൽ ചരിക്കുകയും ചെയ്യുക എന്നത്. അതുകൊണ്ട് നാം എല്ലാവരും സത്യനിഷ്ഠയും ധർമ്മനിഷ്ഠയും ഉള്ളവരായി തീരണം. പാരമാർത്ഥികമായ ആ വസ്തു ഒന്നേ ഉള്ളൂ. ഈ കാണാവുന്നതെല്ലാം അല്ലെങ്കിൽ ഈ കാണുന്നതെല്ലാം അജ്ഞാനത്താൽ കൽപ്പിതമാണ്. ജീവിതം ആർക്കും സ്ഥിരമല്ല. ജന്മം സഫലമാകുന്നതിന് സത്യവും ധർമ്മവും കൂടിയേ തീരൂ. അപ്പൊ 5-ാമത്തെ ശ്ലോകം, അത് സത്യവും ധർമ്മത്തിന്റെ സാമാന്യമായ ഒരു അർത്ഥം നമ്മൾ 2-ാമത്തെ ശ്ലോകത്തിലൂടെ പ്രതിപാദിച്ചു. അതിന്റെ വേദാന്ത തലത്തിലുള്ള ഒരു ലഘുവായ രീതിയിൽ ഒരു കൃതികളിലൂടെ ഒന്ന് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നുണ്ട് നേരല്ലിതൊന്നും മർത്യർക്കു, സത്യവും ധർമ്മവും വേണം, ആയുസ്സു നിൽക്കുകില്ലാർക്കും ഓർക്കുക. അതിന്റെ അർത്ഥം എഴുതിക്കോളൂ. ഉള്ളത് ഒരൊറ്റ സത്യം മാത്രം. ഈ കാണുന്നതൊന്നും സത്യമല്ല. മനുഷ്യർക്ക് ജീവിതത്തിൽ സത്യവും ധർമ്മവും വേണം. ആയുസ് ആർക്കും അവസാനിക്കാതിരിക്കുകയില്ലെന്ന കാര്യവും ഓർത്തുകൊള്ളുക. അടുത്ത പാരഗ്രാഫായിട്ട് എഴുതുക. പാരമാർത്ഥികമായ വസ്തു ഒന്നേ ഉള്ളൂ. ഈ കാണാവുന്നതെല്ലാം അജ്ഞാനത്താൽ കൽപ്പിതമാണ്. ജീവിതം ആർക്കും സ്ഥിരമല്ല.
സത്യവും ധർമ്മവും കൂടിയേ തീരൂ. ആറാമത്തെ ശ്ലോകം. ദത്താപഹാരം വംശ്യർക്ക് അത്തലേകിയിടുമെന്നത് വ്യർത്ഥമല്ല പുരാഗീര് ഇതത്രയും സത്യമോർക്കുക. ദത്താപഹാരം വംശ്യർക്ക് അത്തലേകിയിടുമെന്നത് വ്യർത്ഥമല്ല പുരാ പുരാണത്തില് ഒരു നൃഗൻ എന്ന് പറയുന്ന ഒരു രാജാവ് അറിയാതെ ചെയ്തു പോയ ഗോഹരണം കൊണ്ട് ഏറെക്കാലം പൊട്ടക്കിണറ്റിൽ ഓന്തായി കിടക്കേണ്ടി വന്നു എന്നുള്ള ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അറിയാതെ ചെയ്തതാണ്, എങ്കിലും അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. ഈ ദത്താപഹാരം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. തനിക്ക് മാത്രമല്ല, തൻ്റെ വംശത്തിൽ അപ്പോഴോ പിൽക്കാലത്തോ ഉള്ളവർക്കും ഉണ്ടാകുന്നവർക്കും കൂടി തീരാത്ത ദുഃഖത്തെ
ദത്താപഹാരം മുതൽ ഒരാൾ മറ്റൊരാൾക്കായി ഗോവ്, ഭൂവ് മുതലായവ വാക്കാലോ രേഖയാലോ ഉടമ്പടി ചെയ്യുന്നതാണ് ദാനം. ദാനം ചെയ്തത് അറിഞ്ഞോ അറിയാതെയോ ദാതാവ് കൈക്കലാക്കുക എന്നതാണ് ദത്താപഹാരം. പുരാണത്തില് നൃഗൻ എന്ന ആ രാജാവ് അറിയാതെ ചെയ്തു പോയ ഗോഹരണം കൊണ്ട് ഏറെക്കാലം പൊട്ടക്കിണറ്റിൽ ഓന്തായി കിടക്കേണ്ട അവസ്ഥയുണ്ടായി എന്ന ആ ഒരു കഥ നാം കേട്ടിട്ടുള്ളതാണ്. തനിക്ക് മാത്രമല്ല, തൻ്റെ വംശത്തിൽ അപ്പോഴോ പിൽക്കാലത്തോ ഉള്ളവർക്കും ഉണ്ടാകുന്നവർക്കും കൂടി തീരാത്ത ദുഃഖത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നുള്ളത് വെറും പാഴ്വാക്കല്ല. പണ്ടുള്ളവരുടെ ചൊല്ല് പരമാർത്ഥം തന്നെയാണ്. അത് ഒരിക്കലും പിഴയ്ക്കില്ല. ദത്താപഹാരം എന്ന ദോഷത്തെക്കുറിച്ച് എല്ലാവരും ഓർക്കേണ്ടതാണ്. ആ ശ്ലോകത്തിന്റെ അർത്ഥം: ദത്താപഹാരം വംശർക്ക് അത്തലേകിടുമെന്നത് വ്യർത്ഥമല്ല പുരാഗീര്, ഇതത്രയും സത്യമോർക്കുക. എന്റെ അർത്ഥം എഴുതിക്കോളും. പേരും പ്രഭുത്വവും ഉള്ളവരായാലും അവർ ദാനം ചെയ്തതിനെ തിരികെ എടുക്കുന്നത് ജീവിതത്തിൽ വലിയ ദുഃഖത്തിന് ഇടവരുത്തും എന്ന് പണ്ടേയുള്ള ചൊല്ല് ബ്രാക്കറ്റിൽ ആ വാക്കുകൂടി എഴുതിക്കോ, പുരാഗീര്. പണ്ടേയുള്ള ചൊല്ല് ബ്രാക്കറ്റിൽ പുരാഗീര് അർത്ഥമില്ലാത്തതല്ലെന്നും വളരെ സത്യമാണെന്നും ഉള്ളത് ഓർത്തുകൊള്ളുക. അടുത്ത പാരഗ്രാഫായിട്ട് എഴുതിക്കോളൂ.
തനിക്കു മാത്രമല്ല തന്റെ വംശത്തിൽ അപ്പോഴോ പിൽക്കാലത്തോ ഉള്ളവർക്കും ഉണ്ടാകുന്നവർക്കും കൂടി തീരാത്ത ദുഃഖത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നുള്ളത് വെറും പാഴ്വാക്കല്ല. പണ്ടുള്ളവരുടെ ചൊല്ല് പരമാർത്ഥം തന്നെയാണ്. അത് ഒരിക്കലും പിഴക്കില്ല. ദത്താപഹാരം എന്ന ദോഷത്തെക്കുറിച്ച് എല്ലാവരും ഓർക്കേണ്ടതാണ്. എഴുതാൻ പറ്റിയല്ലോ അല്ലേ? ദത്താപഹാരം ചെയ്യുന്നവന് എത്രയും നിസ്വനായി തീരുമെന്നാ പറഞ്ഞേ. അവനുള്ളതൊക്കെ പോയി യാതൊന്നും നേടുവാൻ കഴിവില്ലാത്തവനായി, ജലപാനത്തിന് പോലും വഴിയില്ലാത്തവനായി തീരും എന്നതാണ് ദത്താപഹാരത്തിന്റെ ഫലമായി പറയുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക്, 7ാമത്തെ ശ്ലോകം. കൊടുത്തതു തിരിച്ചങ്ങോട്ടെടുക്കുന്നവനെത്രയും നിസ്വനാം, അവനേക്കാളും നിസ്വനില്ലാരും ഊഴിയിൽ. കൊടുത്തതു തിരിച്ചങ്ങോട്ടെടുക്കുന്നവൻ എത്രയും നിസ്വനാം, അവനേക്കാളും നിസ്വനില്ലാരും ഊഴിയിൽ. ദാനം ചെയ്യുന്നവനെ, ദാനം ചെയ്തതിനെ തിരികെ വാങ്ങുന്നവർ ഏറ്റവും വലിയ നിസ്വനാണ്.
അവനേക്കാൾ നിസ്വനായി ഈ ലോകത്ത് ആരുമില്ല. ദാനം ചെയ്തു, അത് തിരിച്ചെടുക്കരുത് എന്നുള്ളതാണ്. അങ്ങനെയുള്ളവൻ തുച്ഛനാണ്, നിസാരനാണ് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിലൂടെ സൂചിപ്പിക്കുന്നത്. 3 അരുതുകളെ കുറിച്ച് നമുക്കറിയുള്ളതാണ് ഗുരുവിന്റെ ആ അരുള്, അല്ലെ? മദ്യം ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഈ 3 അരുതുകൾ. അതുപോലെ ഒന്നാണ് കൊടുത്തത് തിരിച്ചങ്ങോട്ട് എടുക്കരുത്. അത് ഏറ്റവും വലിയ പാപമാണ്. നാം സ്നേഹത്തോടെ ഇരുന്നപ്പോൾ കൊടുത്തു, എന്തെങ്കിലുമൊക്കെ നമ്മൾ മറ്റൊരാൾക്ക് കൊടുത്തു. അവരുമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അത് തിരിച്ചു വാങ്ങും ചിലരൊക്കെ. അങ്ങനെ ചെയ്യരുത്, അത് തിരിച്ചു വാങ്ങരുത്. നമ്മുടെ വാഗ്ദാനം ലംഘിക്കരുത്. നാം കൊടുത്തത് കൊടുത്തു, അത് തിരിച്ച് എടുക്കാതിരിക്കുക എന്നതാണ് 7ാമത്തെ ഈ ശ്ലോകത്തിലൂടെ ഗുരു പ്രതിപാദിച്ചിരിക്കുന്നത്. കൊടുത്തതു തിരിച്ചങ്ങോട്ടെടുക്കുന്നവൻ എത്രയും നിസ്വനാം അവനേക്കാളും നിസ്വനില്ലാരും ഒഴിയിൽ. അതിന്റെ അർത്ഥവും കൂടി എനിക്ക് ദാനം ചെയ്തതിനെ തിരികെ വാങ്ങുന്നവർ ഏറ്റവും വലിയ നിസ്വനാണ്. അവനേക്കാൾ നിസ്വനായി ഈ ലോകത്ത് ആരുമില്ല. നമ്മുടെ കുട്ടികളെ സദാചാര ബോധമുള്ളവരാക്കി തീർക്കണം. നമുക്കറിയാം, നമ്മൾ ഈ സദാചാരം എന്ന കൃതിയിലൂടെ എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? സത്യം പറയുക, ധർമ്മത്തിൽ ചരിക്കുക. സത്യം പറയുകയും ധർമ്മത്തിൽ കൂടി മാത്രം ചരിക്കുവാനും അവരെ പ്രേരിപ്പിക്കുക. നമുക്കറിയാം, നമുക്ക് തന്ന ആ 3 അരുതുകളെ കുറിച്ച് ഒരു അന്ന് നമുക്ക് ഉപദേശിച്ചു തന്നതാണ്. അതിൻ്റെ ഒരു മറ്റൊരു വകഭേദമായി ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ, ചെറിയ കുട്ടികൾ പോലും. അങ്ങനെ ഒരു ലോകത്തിലൂടെയാണ് നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഭവിഷ്യത്തുകൾ നമ്മുടെ കുടുംബത്തിലും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലുമൊക്കെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൻ്റെ ലഹരിയുടെയൊക്കെ ഒരു അതിപ്രസരമാണ് ഇന്ന് നമ്മുടെ നാട്ടില് പോലും നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇന്ന് നമ്മുടെ മാതാപിതാക്കൾക്ക് കുട്ടികളെ സ്കൂളിലേക്ക് അയച്ചിട്ട് അവർക്ക് സമാധാനമായി അവരുടെ ജോലിയിൽ മുഴുകുന്നതിനോ സാധിക്കുകയില്ല. അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ കുട്ടികളെ ചെറുപ്പം മുതലേ ഈ സദാചാര ബോധമുള്ളവരാക്കി തീർക്കണം. ആ സദാചാരത്തിന്റെ മൂല്യങ്ങൾ അവരിലേക്ക് എത്തിക്കണം. എങ്കിൽ മാത്രമേ അതിലൂടെ നമുക്കും നമ്മുടെ സമൂഹത്തിനുമൊക്കെ മാറ്റം വരുത്തുവാൻ സാധിക്കുകയുള്ളൂ. ശ്രദ്ധയോടെ നാം ആചരിക്കേണ്ട ആ കർമ്മങ്ങളെ വിധിക്കുന്നതും പാടെ നിഷേധിക്കേണ്ട, അതായത് ഉപേക്ഷിക്കേണ്ട കർമ്മങ്ങളെ നിഷേധിക്കുന്നവയും ആയ ധർമ്മശാസ്ത്രങ്ങളുടെ കാതലായുള്ള ആ ഒരു പ്രസ്താവനയാണ് നാം സദാചാരം എന്ന കൃതിയിലൂടെ കാണുന്നത്. ലോകത്തില് ശ്രേഷ്ഠരായവർ ആചരിക്കുന്ന അതാണ് മറ്റുള്ളവരും ആചരിക്കാറുള്ളത്. അങ്ങനെ മഹത്തുക്കളെ മാതൃകയാക്കി അനാദികാലം മുതൽ നടപ്പിലിരിക്കുന്നതാണ് ഈ സദാചാരം. നമ്മളൊക്കെ പൊതു നന്മയെ ലക്ഷ്യമാക്കി ഈശ്വര പൂജ എന്നോണം ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുവാൻ സന്നദ്ധരാകണം. നമ്മുടെ ലൗകിക ജീവിതം ആനന്ദപ്രദമാകണമെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ള ആ ഒരു മാനസിക വികാസവും സമഗ്ര വീക്ഷണ പാഠവും ഒക്കെ നമുക്ക് ആവശ്യമാണ്. എല്ലാ ജീവജാലങ്ങളും ഈശ്വരന്റെ വിഭൂതികളാണെന്ന ആ തിരിച്ചറിവ്, ആ വിവേചന ശക്തി, ആ വിവേചന ചിന്ത നമുക്കുണ്ടാകണം. അങ്ങനെ പരന് പരിതാപം ഉണ്ടാക്കാതെ ജീവിക്കാനുള്ള ഹൃദയവിശാലതയും മനഃശുദ്ധിയും ഉണ്ടാകുവാനായി പരബ്രഹ്മസ്വരൂപനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമസ്തേ. എല്ലാവർക്കും നമസ്തേ. സദാചാരത്തിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇപ്പോൾ നടന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട അഡ്മിനായ ബിന്ദു കല്ലറയാണ് ക്ലാസ്സുകൾ നയിച്ചുകൊണ്ടിരുന്നത്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ 4 ശ്ലോകം പഠിക്കുകയും അതിന്റെ അർത്ഥം, ഈ 4ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം ഈ ക്ലാസ്സിലാണ് നമ്മൾ പറഞ്ഞു തന്നത്. പിന്നെയുള്ള 5ഉം 6ഉം ശ്ലോകങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. വളരെ മനോഹരമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും തൻ്റെതായ ഒരു രീതിയിൽ തന്നെ നല്ല മനസ്സിലാകുന്ന രീതിയിൽ ഓരോ വാക്കുകളും എടുത്തു പറഞ്ഞ് അതിന്റെ അർത്ഥവും പറഞ്ഞ് എഴുതാനൊക്കെ ഉള്ള അവസരങ്ങളും ബിന്ദു വളരെ മനോഹരമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. 5ാമത്തെ ശ്ലോകത്തിലെ ആ പ്രമാണം, അതിനെക്കുറിച്ച് പറയുമ്പോൾ ഗുരുദേവന്റെ പ്രമാണം എല്ലാം ഗുരുദേവ കൃതികളെ ആണ് നമ്മൾ കണക്ട് ചെയ്തപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ദർശനമാലയെക്കുറിച്ചും ദർശനമാലയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഇതൊന്നും ഉണ്ടായി നശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം, ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളും, അദ്വൈത ദീപിക, ദർശനമാല, ഇതെല്ലാം എടുത്തു വെച്ചുകൊണ്ട് അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ബിന്ദു വളരെ മനോഹരമായി തന്നെ 5ാമത്തെ ശ്ലോകം അവതരിപ്പിക്കുകയുണ്ടായി. 6ാമത്തെ ശ്ലോകത്തില് പുരാഗീത്, പഴമക്കാരുടെ ആ പറഞ്ഞ കാര്യങ്ങൾ, ദത്താപഹാരത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ അത് ആഴത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ബിന്ദു അവതരിപ്പിച്ചു. അതുപോലെ 7ാമത്തെ ശ്ലോകത്തിൽ വന്നപ്പോൾ കൊടുത്തത് തിരിച്ചെടുക്കുന്നവനെ കുറിച്ചുള്ള ആ ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങൾ. കൊടുത്തത് തിരിച്ചെടുത്തു കഴിയുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്, ഈ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പാഠമാക്കേണ്ട കാര്യങ്ങൾ
ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്രയും കാര്യങ്ങൾ വളരെ വിശാലമായി വിശദമായി പറഞ്ഞു തന്ന ബിന്ദുവിന് പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ ക്ലാസ്സിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സ്മിത പ്രശാന്തും അതുപോലെ സുധീഷ് വൈക്കവും അവർക്കുമുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. ഇപ്പൊ കൂടിയിരിക്കുന്ന എല്ലാ പഠിതാക്കൾക്കും, ഇന്ന് ഈ കൃതി പഠനത്തിൽ എത്തിച്ചേർന്ന എല്ലാ പഠിതാക്കൾക്കുമുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഇനി നമുക്ക് സമർപ്പണ പ്രാർത്ഥനയാണ്. സമർപ്പണ പ്രാർത്ഥന നടത്തേണ്ടത് ആശ സജിയാണ്. ആശ സജി സമർപ്പണ പ്രാർത്ഥന ചെയ്യുന്നു. ॐ पूर्णमद पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेव अवशिष्यते ॐ शान्ति 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 ॐ तत्सत् ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. അടുത്ത ആഴ്ചയിൽ പുതിയ ഒരു കൃതിയുമായി നമ്മൾ എത്തുന്നതാണ്. എല്ലാവരും സമയത്ത് തന്നെ എത്തിച്ചേരുക. എല്ലാവർക്കും നന്ദി, നമസ്തേ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ലെഫ്റ്റ് ആകാവുന്നതാണ്.